വെൽക്കം ടു ബൈ തോട്ട്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രഗ്നൻസി ആൻഡ് എംബ്രിയോണിക് ഡെവലപ്മെന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇംപ്ലാന്റേഷന്റെ സ്റ്റേജസുകൾ വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിരുന്നു. പ്രഗ്നൻസി ആൻഡ് എംബ്രിയോണിക് ഡെവലപ്മെന്റ്. അപ്പോൾ നമ്മൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ സൈഗോട്ട് ഫോം ചെയ്തു, ഫെർട്ടിലൈസേഷൻ നടന്നു, സൈഗോട്ട് ഫോം ചെയ്തു. ആ സൈഗോട്ട് മൈറ്റോട്ടിക് ഡിവിഷൻസ്, ക്ലീവേജ് നടക്കുന്നു അല്ലെ, നമ്മൾ പറഞ്ഞിരുന്നു. എങ്ങനെയാണ് ഒരു സെല്ല് മൈറ്റോട്ടിക് ക്ലീവേജ് നടക്കുമ്പോൾ എന്തായിരിക്കും, 2 സെല്ലായി മാറി. അതാണ് നമ്മൾ പറഞ്ഞ 2 സെൽ സ്റ്റേജ്, ഡോട്ടർ സെൽസുകൾ ഫോം ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യുന്നുണ്ട്, വീണ്ടും മൈറ്റോട്ടിക് ഡിവിഷൻ നടന്നു, 4 സെൽസുകൾ ഫോം ചെയ്തു അല്ലെ, 4 സെൽ സ്റ്റേജ്. അത് കഴിഞ്ഞാൽ പിന്നെ എന്താവും, ഇതും 4 to 2 എന്ന് പറയുമ്പോൾ 8 സെൽ സ്റ്റേജുകൾ ഫോം ചെയ്യുന്നുണ്ട് അല്ലെ, മൈറ്റോട്ടിക് ഡിവിഷൻ. പിന്നെ എന്താണ് 16 സെൽ സ്റ്റേജ്. ഇങ്ങനെ ഒരു സെൽസുകളുടെ ആ സെൽസുകൾ നമ്മൾ എന്ത് പറയും, ദാറ്റ് ഇസ് ബ്ലാസ്റ്റോമിയേഴ്സ് അല്ലെ, ബ്ലാസ്റ്റോമിയർ സെൽ സ്റ്റേജിൽ. അതിൽ 8 to 16 ആണെങ്കിൽ നമ്മൾ ഇതിനെ എന്ത് പറയും, മുറുല്ല എന്ന് പറയും. പിന്നെ നമ്മൾ ഒരു പ്രത്യേക സ്ട്രക്ചർ ഫോം ചെയ്തത് കണ്ടിരുന്നു, ദാറ്റ് ഇസ് എന്താണ്, ബ്ലാസ്റ്റോസിസ്റ്റ് ഫോം ചെയ്യുന്നത് കണ്ടിരുന്നു. ആ ബ്ലാസ്റ്റോസിസ്റ്റിന്റെ ഔട്ടർ ലെയറുകളെ നമ്മൾ എന്ത് പറയും, ട്രോഫോബ്ലാസ്റ്റ് സെൽസുകൾ എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ, ട്രോഫോബ്ലാസ്റ്റ് സെൽസ് അല്ലെ, ട്രോഫോബ്ലാസ്റ്റ് സെൽസ്. പിന്നെ ഇന്നർ ആയിട്ട് എന്ത് ഫോം ചെയ്യുന്നുണ്ട്, ഇന്നർ സെൽ മാസ്. ഓക്കെ, ഇന്ന് നമ്മൾ ഓൾമോസ്റ്റ് നമ്മൾ ഇന്നത്തോടെ ഈ ചാപ്റ്റർ ഡിഗ്രിയാണ്. ഓക്കെ, അപ്പൊ ഇന്നർ സെൽ മാസുകൾ വരുന്നുണ്ട്, അതിനെ അറ്റാച്ച് ചെയ്തിട്ട് ക്ലോസ്ലി ഇന്നർ സെൽ മാസ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ട്രോഫോബ്ലാസ്റ്റ് സെൽസ്, ഈ സ്ട്രക്ചർ ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറഞ്ഞു, നമ്മൾ ഇന്നലെ ഇംപ്ലാന്റേഷൻ കണ്ടതാണ്. അപ്പൊ ഇംപ്ലാന്റേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ എന്താവും, അത് യൂട്രസിൽ ആ ഒരു വാളിൽ പോയിട്ട്, എൻഡോമെട്രിയൽ ലെയറിന്റെ അവിടെ പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അത് അറ്റാച്ച് ചെയ്യുന്നുണ്ട് അല്ലെ, ഇവിടെ വന്ന് അറ്റാച്ച് ചെയ്ത് പിന്നെ യൂട്രസിന്റെ ആ ഒരു ലെയർ അതിനെ എംബഡ് ചെയ്തെടുക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെയാണ് അതിന്റെ ജസ്റ്റേഷൻ പീരീഡ് ഒക്കെ നടക്കുന്നത്, പ്രഗ്നൻസിന്റെ സ്റ്റേജ് വന്നു. ഓക്കെ, അപ്പം ആഫ്റ്റർ ഇംപ്ലാന്റേഷൻ ഈ ട്രോഫോബ്ലാസ്റ്റ് സെൽസുകളില്ലേ, ഇതിൽ നിന്ന് ഒരു തരം ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസുകൾ വരുന്നുണ്ട്. അതിനെ നമ്മൾ എന്ത് പറയും, കൊറിയോണിക് വില്ലേ എന്ന് പറയും. ഓക്കെ, കൊറിയോണിക് വില്ലേ ഫോം ചെയ്യുന്നുണ്ട്. ഈ കൊറിയോണിക് വില്ലേന് സറൗണ്ട് ചെയ്തിട്ട് എന്താണുള്ളത്, മെറ്റേണൽ ബ്ലഡ് ഉണ്ട് ഇല്ലേ, മെറ്റേണൽ ബ്ലഡ് കാണുന്നുണ്ട്. അതേപോലെ തന്നെ എന്ത് കാണുന്നുണ്ട്, യൂട്ടേറിയൻ ടിഷ്യൂ കാണുന്നുണ്ട്. അപ്പോ ഈ കൊറിയോണിക് വില്ലയും യൂട്ടേറിയൻ ടിഷ്യൂ കൂടി പിന്നെ എന്ത് ചെയ്യും, ഇന്റർഡിജിറ്റേറ്റഡ് എന്ന് പറഞ്ഞാൽ ജോയിൻ ചെയ്ത് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ്. ഈ ഇപ്പോ ഒരു യൂട്രസിന്റെ ഉള്ളിൽ ഇപ്പൊ ഒരു ഫീറ്റസ് ഉണ്ടെങ്കിൽ ആ ഫീറ്റസിനും മെറ്റേണൽ ബോഡിക്കും ഇടയിലായിട്ട് എന്ത് ഫോം ചെയ്യുന്നുണ്ട്, ഒരു സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് കോൾ പ്ലാസെന്റ ഫോം ചെയ്യുന്നുണ്ട്. പ്ലാസെന്റ. അതിന് നമ്മൾ എന്ത് പറയും, പ്ലാസെന്റ. ഈ പ്ലാസെന്റയാണ് ഈ ഫീറ്റസ് സ്റ്റേജ്, അതിന്റെ എംബ്രിയോയ്ക്ക് എന്ത് കൊടുക്കുന്നത്, എംബ്രിയോയ്ക്ക് അതിന്റെ ന്യൂട്രിയൻസുകൾ, ദാറ്റ് ഈസ് ഓക്സിജൻ, ന്യൂട്രിയൻസ് എല്ലാം ഈ ഫീറ്റൽ ഗ്രോത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ എന്തുണ്ട്, ആ ജസ്റ്റേഷൻ പീരീഡിൽ അതോടൊപ്പം എന്തും ചെയ്യും, അതോടൊപ്പം ഈ എക്സ്ക്രീറ്ററി മെറ്റീരിയൽസ്, ദാറ്റ് ഈസ് കാർബൺ ഡയോക്സൈഡ് ആൻഡ് എക്സ്ക്രീറ്ററി മെറ്റീരിയൽസ് ഒക്കെ പുറത്തേക്കും എടുക്കും. അപ്പൊ ഇത് ഈ പ്ലാസെന്റ ഫോം ചെയ്തു സ്ട്രക്ചർ, ദാറ്റ് ഈസ് മെറ്റേണൽ ബോഡിക്കും ഫീറ്റസിന്റെ ഇടയിൽ പ്ലാസെന്റ ഫോം ചെയ്തു, സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഒക്കെ ഫോം ചെയ്തു. അതിനുള്ളിൽ പിന്നെ ലേറ്റസ്റ്റ് സ്റ്റേജ് കൊറിയോണിക് വില്ലയുടെ എന്തായി, പ്ലാസെന്റൽ വില്ലയെ മാറും. അതാണ് ടെക്സ്റ്റിൽ പ്ലാസെന്റൽ വില്ല എന്നൊക്കെ കാണിച്ചിട്ടുണ്ട് ഇല്ലേ. ഓക്കെ, അപ്പം ഇത് ഈ ഫീറ്റസ് ആയിട്ട് കണക്ട് ചെയ്യണ്ടേ, ആ വളരുന്ന എംബ്രിയോ ആയിട്ട് അത് കണക്ട് ചെയ്യണമെങ്കിൽ ഒരു ട്യൂബ് ഉണ്ട്, അതിന് എന്ത് പറയും, അത് ഫീറ്റസിന് ഡെവലപ്പ് ചെയ്ത് വന്നേക്കുന്നതാണ് അംബ്ലിക്കൽ കോർഡ്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ പ്ലാസെന്റയുടെ തന്നെ മറ്റ് ഫങ്ഷൻസുകൾ എന്തൊക്കെയാണ്. ദാറ്റ് ഈസ് പ്ലാസെന്റ ഈ ഒരു ഫങ്ഷൻ മാത്രമാണോ നടത്തുന്നത്, അല്ല. പ്ലാസെന്റ ഇനി ഒരു ടെമ്പററി ആയിട്ട് പ്രഗ്നൻസിയുടെ സമയത്ത് ഫോം ചെയ്യുന്ന ഒരു എൻഡോക്രൈൻ ടിഷ്യൂ ആണ് അല്ലെ. പ്ലാസെന്റ എന്ന് പറയുന്നത് പ്രഗ്നൻസി ടൈമിൽ ഫോം ചെയ്യുന്ന ഒരു എൻഡോക്രൈൻ ടിഷ്യൂ. അപ്പോൾ ഈ എൻഡോക്രൈൻ ടിഷ്യൂ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. പ്രഗ്നൻസിയുടെ സമയത്ത് എന്തൊക്കെ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഹ്യൂമൻ കൊറിയോണിക് ഗൊണാഡോട്രോപ്പിൻ, പിന്നെന്താ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് HCG എന്നൊക്കെ നമ്മൾ പറയും. നമ്മൾ യൂറിൻ സാമ്പിൾ ഒക്കെ എടുത്ത് ടെസ്റ്റ് ചെയ്യുമ്പോൾ HCG കൗണ്ട് നോക്കിയിട്ട് പ്രഗ്നൻസി ഡിറ്റക്ട് ചെയ്യാറില്ലേ. പിന്നെന്താ, ഹ്യൂമൻ പ്ലാസെന്റൽ ലാക്ടോജൻ. ഈ സമയത്ത് എന്തിനാണ് പ്ലാസെന്റൽ ലാക്ടോജനിലൊക്കെ ലാക്ടോജൻ അപ്പൊ ഇവിടെ ഉണ്ട്. അപ്പൊ എന്താണ്, മാമ്മറി ഗ്ലാൻഡിന് റെഡി ആവണം, ലേറ്റസ്റ്റ് സ്റ്റേജ് ലാക്ടേഷൻ ഒക്കെ ഡെവലപ്പ് ചെയ്യണം, HPL എന്ന് പറയും. പിന്നെന്താണ്, ഈസ്ട്രോജൻ ഉണ്ട്, ഈസ്ട്രോജൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്, പ്രൊജസ്റ്റോജൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഓക്കെ.
ഇതെല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്കറിയാം ഈ ഓവറി ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ എന്നൊക്കെ പ്രൊജസ്ട്രോജൻസിന്റെ ഒക്കെ ഒരു ഡെറിവേറ്റീവ് ഫോംസുകളാണ് പ്രൊജസ്ട്രോൺ എന്നൊക്കെ പറയുന്നത് അല്ലെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഓവറി വേറൊരു ഹോർമോൺ ലേറ്റർ സ്റ്റേജ് ഓഫ് പ്രഗ്നൻസിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓവറി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ദാറ്റ് ഇസ് എന്താണ്? റിലാക്സിൻ. അതിനാണ് ആ ഒരു സമയത്ത് ബർത്ത് കനാലിക്കോടെ ചൈൽഡ് ബർത്ത് ഒക്കെ നടത്തുമ്പോൾ ഈസിയർ ആയിട്ട് ആ വിത്ത് ഫോം ചെയ്യാനൊക്കെ ആയിട്ടാണ് റിലാക്സിൻ. അതിന് ആ ഒരു ഫംഗ്ഷൻസും ഉണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ ഒക്കെ നോർമലി നമ്മൾ കേട്ടിട്ടുള്ള പേരുകളൊക്കെയാണ്. പക്ഷെ ഈ റിലാക്സിൻ, HCG, HPL ഈ മൂന്നും HCGയും HPLും പ്ലാസെന്റ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസുകളാണ്. പ്ലാസെന്റയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം ഈ മൂന്ന് ഹോർമോൺസ് പ്രഗ്നൻസിന്റെ ടൈമിൽ മാത്രം കാണുന്നതാണ്. ഓക്കെ, ഇനി പറയുന്നത് അതേപോലെ തന്നെ മെറ്റേണൽ ബ്ലഡിൽ ആ ഒരു പ്രഗ്നൻസി ടൈമിൽ സെവറൽ ഫോൾഡ് ആയിട്ട് കാണുന്ന വേറെ ഹോർമോൺസുകൾ ഉണ്ട്. അവരാരൊക്കെയാണ്? കോർട്ടിസോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്രിനൽ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അത് ഈ സ്ട്രെസ് റെഗുലേഷൻ, അതേപോലെ സ്ലീപ്പ് വേക്ക് സൈക്കിൾ, അങ്ങനെ മെറ്റബോളിക് പ്രോസസ്സുകളൊക്കെ നമ്മുടെ ഫീറ്റൽ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ളതും അതേപോലെ തന്നെ എന്താ പറയാ ഈ മെറ്റേണൽ ബോഡിക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം ആ ഒരു ബാലൻസിൽ പോകണ്ടേ. പ്രഗ്നൻസി ഹോർമോൺസുകളോടൊപ്പം തന്നെ ബാലൻസ് ആയിട്ട് ആ ഒരു ടൈമിൽ വരുന്നതാണ്. പിന്നെ പ്രൊലാക്റ്റിൻ ലെവൽ ഹൈ ആകുമ്പോഴാണ് ലാക്ടേഷൻ ടൈം ഒക്കെ ആകുമ്പോഴേക്കും മിൽക്കൊക്കെ റെഡി ആവുള്ളൂ അല്ലെ. ബ്ലഡിൽ ഹൈ ആയി കാണുന്നുണ്ട് മെറ്റേണൽ ബ്ലഡിൽ. പിന്നെ എന്താണ്? തൈറോക്സിൻ, നമ്മുടെ മെറ്റാബോളിക് പ്രോസസ് ആ സമയത്ത് പ്രഗ്നൻസിയുടെ ആ ഒരു കാര്യങ്ങൾ ബാലൻസ് ചെയ്ത് പോകാനായിട്ട്. പിന്നെ ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോജൻ ഇതൊക്കെ ആ ടൈമിലും എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ബ്ലഡിൽ സെവറൽ ഫോൾഡ് ആയിട്ട് നമുക്ക് ഇൻക്രീസ്ഡ് ലെവലിൽ കാണാൻ സാധിക്കും. ഇൻക്രീസ്ഡ് ലെവലിൽ കാണാൻ സാധിക്കും. ഇതൊക്കെ എന്തിനാണ്? ഫീറ്റൽ ഗ്രോത്തിനും ആ മെറ്റേണൽ ബോഡിയുടെ ആ ഒരു മെറ്റബോളിക് പ്രോസസ്സിനും എല്ലാം ആ പ്രഗ്നൻസി പീരീഡ് ഒക്കെ ഹെൽത്തി ആയിട്ട് പോകാനായിട്ടാണ് ഇത്രയും കാര്യങ്ങൾ. ഇനി നമ്മൾ പറയുന്നത് എന്താണ്? ട്രോഫോബ്ലാസ്റ്റ് നമ്മൾക്ക് കൊറിയോണിക് വില്ലേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താണ്? ഇന്നർ സെൽ മാസ്. നമ്മുടെ ഇന്നർ സെൽ മാസ് എന്തായി ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞത്? അത് എംബ്രിയോ ആയിട്ട് മാറുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പോൾ ആ എംബ്രിയോ ആയിട്ട് മാറാനായിട്ട് ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് എങ്ങോട്ടാണ്? ഫസ്റ്റ് ഒരു ഔട്ടർ എക്ടോഡേം ലെയർ ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞാൽ അതിന്റെ മിഡിലായിട്ട് എന്ത് ഫോം ചെയ്യുന്നുണ്ട്? മിസോഡേം ലെയർ ഫോം ചെയ്യുന്നുണ്ട്. 3 ലെയേഴ്സ് ആയിട്ട് വരുന്നുണ്ട്. ഇന്നർ എൻഡോഡേം. ഓക്കെ, ഇങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നുണ്ട്. എന്തിനാണ്? ഇതാണ് ഭാവിയിൽ ടിഷ്യൂസും ഓർഗൻസും ഒക്കെ ആയിട്ട് ഡെവലപ്പ് ചെയ്യുക. ഓക്കെ, ഇനി അഡൽട്ട് സ്ട്രക്ചേഴ്സ് ഒക്കെ ആയിട്ട് മാറുന്നത്. ഇനി നമ്മൾ പറയാനുള്ളത് അതേപോലെ തന്നെ ഇന്നർ സെൽ മാസിൽ വേറെ കുറച്ച് സെൽസുകൾ കാണുന്നുണ്ട്. അതിനെ പറയുന്ന പേരെന്താണ്? അതിനെ പറയുന്ന പേരാണ് സ്റ്റെം സെൽസ്. സ്റ്റെം സെൽസിന്റെ ഫംഗ്ഷൻ എന്താണ്? ഈ സ്റ്റെം സെൽസ് ഒക്കെ പ്രിസർവ് ചെയ്യാം. നമ്മൾ നമ്മുടെ ബ്ലഡ് സെൽ ഫോർമേഷൻ ഒക്കെ വേണ്ടി ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ കേട്ടിട്ടില്ലേ? അപ്പൊ ഈ എംബ്രിയോസിൽ സ്റ്റെം സെൽസുകൾ എന്താ ചെയ്യുന്നത്? അതിനും ഹാവ് ദ പൊട്ടൻസി ടു ഗിവ് റൈസ് ടു ഓൾ സെൽസ് ആൻഡ് all tissues and എന്താണ് ഓർഗൻസ് ഒക്കെ ആയിട്ട് മാറാനായിട്ട് അതിന് പൊട്ടൻസി ഉണ്ട്. ഓക്കെ, അതേപോലെ അവിടെ കാണുന്നത് MCQ പോയിന്റ് ഓഫ് വ്യൂ ചെയ്യുമ്പോൾ ഇന്നർ സെൽ മാസിലാണ് കാണുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ ഈ ഒരു ഭാഗത്ത് ഇനി പറയാനുള്ളത് എംബ്രിയോണിക് ഡെവലപ്മെന്റ് ആയിട്ടുള്ള സ്റ്റേജുകളാണ്. ഈ ജസ്റ്റേഷൻ പീരീഡിൽ ആ 9 months ആദ്യം ഏതൊക്കെ സ്ട്രക്ചേഴ്സ് ആണ് ഇനി വരുന്നത് അതാണ് ഇനി നോക്കുന്നത്. ഓക്കെ, അപ്പൊ നോക്കിയേ, നമ്മുടെ ഒരു ഫസ്റ്റ് മന്ത് ഓഫ് പ്രഗ്നൻസി ആവുമ്പോൾ ഫസ്റ്റ് മന്ത് ഓഫ് പ്രഗ്നൻസിയിൽ എന്താണ് ഫസ്റ്റ് കാണുന്നത്? നമുക്ക് കൊച്ചിന്റെ ഹാർട്ട് ഒക്കെ ഫോം ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഹാർട്ട് പറഞ്ഞു. ഹാർട്ട് ഡെവലപ്പ് ആയി നമുക്ക് സ്റ്റെതസ്കോപ്പ് ഒക്കെ വെച്ച് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഹാർട്ട് ബീറ്റ് കേൾക്കാൻ പറ്റും. പിന്നെന്താ വരുന്നത്? ഒരു സെക്കൻഡ് മന്ത്, ഇത് ഫസ്റ്റ് മന്ത് ഒരു എൻഡിലൊക്കെ, ഇനി സെക്കൻഡ് മന്ത് എൻഡ് ഒക്കെ ആകുമ്പോഴേക്കും എന്താ വരുന്നത്? ലിംസ് ആൻഡ് ഡിജിറ്റ്സ് ഫോം ചെയ്തിട്ടുണ്ട്. ഡിജിറ്റ്സ് ലിംസ്, ഫോർ ലിംസ്, ഹൈ ലിംസ് ഒക്കെ ഫോം ചെയ്യാണ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിന്റെ വിരലുകൾ അല്ലെ, കൈകാലിലെ വിരലുകൾ വരാം, ഡിജിറ്റ്സുകൾ ഫോം ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്? ഒരു തേർഡ് മന്ത് എൻഡ് ഒക്കെ ആകുമ്പോഴേക്കും എന്ത് വരുന്നുണ്ട്? എന്തൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ മേജർ ഓർഗൻ സിസ്റ്റംസുകൾ ഡെവലപ്പ് ചെയ്തു. ഓർഗൻ സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ എക്സ്റ്റേണൽ ജെനൈറ്റൽ ഓർഗൻസ് അല്ലെ, ആ ഒരു ഫീമെയിൽ മെയിൽ എംബ്രിയോ ഫീറ്റസിനൊക്കെ സെപ്പറേറ്റ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ജെനൈറ്റൽ ഓർഗൻസുകളൊക്കെ വെൽ ഡെവലപ്ഡ് ആയി. ഓക്കെ, ആൻഡ് ഈ ലിംസ് ഇതൊക്കെ വെൽ ഡെവലപ്ഡ് ആയി. ഓക്കെ, വെൽ ഡെവലപ്ഡ്. ഇത്രയാണ് നമ്മൾ തേർഡ് മന്ത് എൻഡ് ആവുമ്പോഴേക്കും കാണാൻ പറ്റുന്നത്. ആദ്യത്തെ 3 മാസത്തിന് നമ്മൾ എന്ത് പറയും? ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറയും. ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറയുമ്പോൾ എന്താണ്? ആദ്യത്തെ 3 മാസം, ദാറ്റ് ഈസ് ഒരു മാസത്തിൽ ഒരു 4 ആഴ്ചയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ 4 × 3 ഓൾമോസ്റ്റ് ഒരു 12 weeks ആണ് ഡ്യൂറേഷൻ അല്ലെ.
ഇനി നമ്മൾ സെക്കൻഡ് ട്രൈമസ്റ്ററിലേക്ക് കിടക്കുകയാണ് അല്ലെ. അപ്പോൾ ഒരു 5th മന്ത് ഒക്കെ ആകുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? 5th മന്തില് മൂവ്മെന്റ് ബേബിയുടെ നമുക്ക് വിസിബിൾ ചെയ്യുന്നുണ്ട്, അതിന്റെ ഒരു മൂവ്മെന്റ് ഒക്കെ നടക്കുന്നുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. പിന്നെന്താണ്, ലിംസ് ഒക്കെ വെൽ ഡെവലപ്ഡ് ആയി അല്ലെ. ആൻഡ് ഹെഡിൽ ഹെയർ ഫോം ചെയ്യുന്നുണ്ട്, പിന്നെന്താണ്, ഒരു 6th മന്ത് എൻഡ് ഒക്കെ ആകുമ്പോഴേക്കും നമുക്ക് എന്താ കാണാൻ സാധിക്കാം? ഒരു ഐലിഡ്സുകളൊക്കെ സെപ്പറേറ്റ് ആയി. ഓക്കെ, ഐലിഡ്സ് സെപ്പറേറ്റഡ് ആയിട്ടുണ്ട്, സെപ്പറേറ്റ്. പിന്നെന്താണ്, അപ്പൊ ഐലാഷുകൾ ഫോം ചെയ്തിട്ടുണ്ട്, ആൻഡ് പിന്നെന്താ, ഹെയർ, ഫൈൻ ഹെയർസ് വോൾ ബോഡി. നേരത്തെ ഹെഡിൽ മാത്രമായിരുന്നു, ഇപ്പൊ ഫൈൻ ഹെയർസ് എന്താവുന്നുണ്ട്? വോൾ ബോഡീനെ കവർ ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും ചേഞ്ചസുകളാണ് നമ്മൾ 6th മന്ത് എന്താവുമ്പോഴേക്കും കാണാം. ഒരു 9th മന്ത് ഒക്കെ ആകുമ്പോഴേക്കും എന്തായി? ഫുൾ ടേം ബേബി സൈസ് ആയി, ആയി. പിന്നെ ഡെലിവറി റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഡെലിവറി പാർച്വേഷൻ ഇതിനൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഈ ഒരു ചേഞ്ചസ് പിന്നെ നോക്കി, ഈ ആദ്യത്തെ 3 മാസം ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറയും. സെക്കൻഡ് ട്രൈമസ്റ്റർ നമ്മുടെ ടെക്സ്റ്റിൽ കാണിക്കുന്നത് സെക്കൻഡ് ട്രൈമസ്റ്റർ എന്ന് പറയുമ്പോൾ 6ാമത്തെ മാസം വരെ അല്ലെ. ദാറ്റ് ഇസ് 24 വീക്സ് ആണ്. 6 × 4 24 വീക്സ് സെക്കൻഡ് ട്രൈമസ്റ്റർ. ഓക്കെ, അപ്പോൾ അതിന്റെ ഓരോ സമയത്ത് നമ്മൾ വളർച്ചയെന്ന് പറയുന്നതാണ്. അത് കഴിഞ്ഞിട്ട് 3rd ട്രൈമസ്റ്റർ വരും. ഓക്കെ, അപ്പോൾ ഈ ഓരോ മാസം എന്തൊക്കെ ഡെവലപ്പ് ചെയ്യുന്നു ഇത് ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്താ വെച്ചാൽ നിങ്ങളുടെ ഈ 2025 ഇത് ചോദിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഓർഡറിൽ ചോദിക്കാം, ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ് ആയിരിക്കാം, വാട്ട് എവർ. പക്ഷെ നിങ്ങൾ ഇത് കറക്റ്റ് പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അതിന്റെ എംബ്രിയോണിക് ഡെവലപ്മെന്റ്. പിന്നെ നിങ്ങൾ ടെക്സ്റ്റിൽ നമ്മുടെ എലിഫന്റ് അതിന്റെ ജസ്റ്റേഷൻ പീരീഡ് എത്രയാണെന്ന് ചോദിക്കുന്നത്. ഓൾമോസ്റ്റ് 22 മന്ത്സ് ഒക്കെയാണ് അല്ലെ, ഒരു 2 ഇയർ ഡ്യൂറേഷൻ ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഡോഗ്, കാറ്റ് ഇതിനൊക്കെ ഒരു 58 to 68 ഡേയ്സ് ഒക്കെ ജസ്റ്റേഷൻ പീരീഡ് വരെ, ഓൾമോസ്റ്റ് ഒരു 2 മന്ത്, ഒരു 2.25 മാസമൊക്കെ വരെ ഡ്യൂറേഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രഗ്നൻസി ആൻഡ് എംബ്രിയോണിക് ഡെവലപ്മെന്റ് പഠിക്കാനുണ്ട്. ഇനി ലാസ്റ്റത്തെ ഒരു ചെറിയൊരു പീസാണ്, അതുകൊണ്ട് അതുകൂടി ഇന്ന് എടുത്ത് തീർക്കാണ്. ദാറ്റ് ഇസ് പാർച്യുറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പാർച്യുറേഷൻ ഇനി എന്താണ്? റെഡി ഫോർ ഡെലിവറി ആയി. ആൻഡ് അതിന്റെ ഡെലിവറി ആയി കഴിഞ്ഞാൽ പിന്നെ നടക്കണം, കുറച്ച് പാല് വേണം അല്ലെ, ലാക്ടേഷൻ. ഓക്കെ, അപ്പൊ ഈ ഒരു സമയത്ത് എന്തൊക്കെയാണ് നമ്മുടെ ബേബിയിൽ നടക്കുന്നത്? അപ്പൊ എന്താ പറയുന്നത്, ഒരു ആവറേജ് ഡ്യൂറേഷൻ നമ്മളൊരു ആ ഒരു ജസ്റ്റേഷൻ പീരീഡ് എന്നൊക്കെ പറയുന്നത് നമ്മൾ 9 months എന്നൊക്കെയാണ് പറയുന്നത് അല്ലെ, 9 months അല്ലെ. അപ്പം ഇത് കഴിഞ്ഞ് എന്താ സംഭവിക്കുന്നത്? ഇത് കഴിഞ്ഞാൽ ഒരു ന്യൂറോ എൻഡോക്രൈൻ മെക്കാനിസംസ് അത് എന്താ സംഭവിക്കുന്നത്? അത് ബോഡിയിൽ നടക്കുന്നുണ്ട്. അപ്പം ഈ ഫസ്റ്റ് സിഗ്നൽ ഐ എം റെഡി ടു ഗോ ഔട്ട്സൈഡ് എന്നുള്ള ഒരു സിഗ്നൽ ആരാ കൊടുക്കുന്നത്? ആ ഫുള്ളി ഡെവലപ്ഡ് ആയിട്ടുള്ള ഫീറ്റസ് ആണ് അല്ലെ, ഫീറ്റസ്. അപ്പൊ ഫീറ്റസ് എന്ത് ചെയ്യുന്നുണ്ട്? ഫീറ്റസ് സിഗ്നൽസ് കൊടുക്കുന്നുണ്ട്. എങ്ങനെയായിരിക്കും? അതിന്റെ ന്യൂറോ എൻഡോക്രൈൻ സിസ്റ്റം വഴിയായിരിക്കും അല്ലെ, ഹോർമോൺസ് ഒക്കെ വഴി സിഗ്നൽസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ പ്ലാസന്റയിലേക്ക് അതിന്റെ ആ ഒരു ബ്ലഡ് സ്ട്രീം കൂടെ ഹോർമോൺസ് വന്ന് പിന്നെ എന്താണ് പ്ലാസന്റയിൽ ആ ഒരു സിഗ്നൽസ് റിസീവ് ചെയ്ത് ആ സിഗ്നൽസ് പിന്നെ എന്താകുന്നുണ്ട്? അതിന്റെ ഒപ്പം തന്നെ അവിടെ കുറച്ച് സെക്രീഷൻസ് ഒക്കെ നടക്കുന്നുണ്ട് അല്ലെ, ഹോർമോൺ സെക്രീഷൻസ്. അപ്പൊ എന്താണ്? മൈൽഡ് ആയിട്ടുള്ള യൂട്ടറിൻ കോൺട്രാക്ഷൻസ് ഇനീഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മൈൽഡ് യൂട്ടറിൻ കോൺട്രാക്ഷൻസ് ഇനീഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി എന്ത് ചെയ്യും? അപ്പൊ നമ്മുടെ മെറ്റേണൽ ബ്ലഡിലൊക്കെ അത് എത്തി ഇല്ലേ, ആ ഒരു അതിന്റെ ഒരു സിഗ്നൽ. അപ്പൊ ആ ഒരു സമയത്ത് ഉണ്ടാവുന്നുണ്ട് നമ്മുടെ പിറ്റ്യൂട്ടറി, അമ്മയുടെ ബോഡിയില് നമ്മൾ പറഞ്ഞ എൻഡോക്രൈൻ ഗ്ലാൻഡ് പിറ്റ്യൂട്ടറിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? മെറ്റേണൽ പിറ്റ്യൂട്ടറിയിൽ നിന്ന് ഓക്സിറ്റോസിൻ എന്തിനാണ്? വിഗറസ് കോൺട്രാക്ഷൻ നടത്തണം. ഇനി ഇപ്പൊ മൈൽഡ് യൂട്ടറിൻ കോൺട്രാക്ഷൻസ് ആയിട്ടുള്ളൂ, അപ്പൊ വിഗറസ് കോൺട്രാക്ഷൻസ് നടത്തണം. അപ്പൊ വിഗറസ് കോൺട്രാക്ഷൻസിനുള്ള സിഗ്നൽസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി കോൺട്രാക്ട് ചെയ്യണം, ബേബി പുറത്തേക്ക് വരണം അല്ലെ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എന്താണ്? ഏത് ലെയറാണ് സ്ട്രോങ് കോൺട്രാക്ഷൻസ് നടത്തുന്നത്? നമ്മൾ മെൻസ്ട്രൽ സൈക്കിളിൽ നമ്മൾ സ്റ്റേജസുകളൊക്കെ പഠിച്ചിരുന്നു അല്ലെ. അപ്പൊ ഈ എൻഡോമെട്രി എന്ന് പറയുന്നത് നമ്മൾ എന്താ പഠിച്ചത്? അത് ഷെഡിങ് ഓഫ് അല്ല, ബെഡ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ലെയറാണ്. അതിന്റെ ലെയർ ഷെഡിങ് ഓഫ് ആണ്. അപ്പം മിഡിൽ ആയിട്ടുള്ള മിയോമെട്രിയം നമ്മൾ ഫീമെയിൽ റിപ്പോർട്ടിംഗ് സിസ്റ്റം പഠിച്ചപ്പോൾ പറഞ്ഞത് മിയോമെട്രിയം. അപ്പൊ മിയോമെട്രിയത്തിന് എന്ത് വരുന്നുണ്ട്? അതിന് കോൺട്രാക്ഷൻസ് വരുന്നുണ്ട്. അവിടുത്തെ സ്മൂത്ത് മസിൽസുകളാണ്, അത് കോൺട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ കോൺട്രാക്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അതിന്റെ വീണ്ടും ഒരു സ്റ്റിമുലേറ്ററി. അപ്പൊ നമ്മൾ ഈ ഫീറ്റസിന് സിഗ്നൽസ് വന്ന പ്ലാസന്റയിലും ഒക്കെ കൂടി സിഗ്നൽസ് വന്ന മൾട്ടി യൂട്ടറിൻ കോൺട്രാക്ഷൻസ് ഉണ്ടാവുന്നില്ലേ, അതിന് നമ്മൾ എന്ത് പറയും? ആ ഒരു പ്രോസസ്സിന് നമ്മൾ എന്ത് പറയും? ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലെക്സ് എന്ന് പറയും. ഫീറ്റൽ ഇജക്ഷൻ അല്ലെ, ഫീറ്റസ് പുറത്തുവിട്ട സിഗ്നൽസിന്റെ റിഫ്ലെക്സ് ആക്ഷൻ ആണ് അല്ലെ. അതിന്റെ ഭാഗമായിട്ട് മൾട്ടി യൂട്ടറിൻ കോൺട്രാക്ഷൻസ് നടന്നു ഇല്ലേ. ഓക്കെ, അപ്പൊ എന്തായി സംഭവിക്കുന്നു? എന്നിട്ട് പിന്നെ മെറ്റേണൽ പിറ്റ്യൂട്ടറിയിൽ നിന്ന് ഓക്സിറ്റോസിൻ വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ വിഗറസ് കോൺട്രാക്ഷൻസ് മിയോമെട്രിക്ക് നടക്കുന്നുണ്ട്.
പിന്നെന്താ സംഭവിക്കുന്നത്, സ്ട്രോങ് കോൺട്രാക്ഷൻസ് വന്നു കഴിയും, വീണ്ടും ഓക്സിറ്റോസിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു, വീണ്ടും ബിഗോണിസ് ആയിട്ടുള്ള കോൺട്രാക്ഷൻ. അതിന്റെ ഭാഗമായിട്ട് എന്തായി, നമ്മുടെ ബർത്ത് കനാലിലൊക്കെ വിട്ടുകൂടി. അപ്പൊ എന്താ സംഭവിക്കും, അതിന്റെ ഭാഗമായിട്ട് ഇനി പാർച്വേഷൻ, ചൈൽഡ് ബർത്ത് നടക്കാനായിട്ട് റെഡിയായി. സോ എന്താവും, നമ്മുടെ ചൈൽഡ് ബർത്ത് നടന്നു അല്ലെ, ചൈൽഡ് ബർത്ത് ആ ബർത്ത് കനാലിക്കൂടെ എന്തായി ചൈൽഡ് ബർത്ത് നടക്കാണ്, പാർച്വേഷൻ എന്ന് നമ്മൾ പറയും. പിന്നെന്താ സംഭവിക്കുന്നത്, അപ്പം അതിന്റെ ഭാഗമായിട്ട് ആ പ്ലാസന്റയും കൂടി എക്സ്പെൽ ഔട്ട് ചെയ്യുന്നുണ്ട് അല്ലെ, പ്ലാസന്റ ഓൾസോ എക്സ്പെൽഡ് ഔട്ട്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ പറയുന്ന ചൈൽഡ് ബർത്ത്, പാർച്വേഷൻ എന്ന് പറഞ്ഞ ഇവന്റ്. ഓക്കെ, അപ്പം ഇനി നമ്മൾ പഠിക്കാതെ ഇതിന്റെ ഭാഗമായിട്ട് എന്ത് നടക്കുന്നുണ്ട്, ലാക്ടേഷൻ നടക്കുന്നുണ്ട് അല്ലെ. ഇനി കുട്ടി പുറത്തേക്ക് വന്നു, ഇനി കുട്ടിക്ക് എന്ത് വേണം, പാല് വേണം അല്ലെ. അപ്പൊ ലാക്ടേഷൻ, അടുത്ത ഇവന്റ് നമ്മൾ എന്ത് പറയും, ലാക്ടേഷൻ. ദാറ്റ് ഇസ് ദ മാമറി ഗ്ലാൻഡ്സ്, അക്സറി ഗ്ലാൻഡ്സ്. ഫീമൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തില് മാമറി ഗ്ലാൻഡ്സ് പെയർഡ് ആണ്, ബ്രസ്റ്റ് എന്ന് പറയും സ്ട്രക്ചർ അല്ലെ. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, ലാക്ടേഷൻ. നമ്മളറിയാം പ്രഗ്നൻസിയുടെ ലേറ്റ് സ്റ്റേജിലൊക്കെ എന്ത്, പ്രൊലാക്റ്റിന്റെ അളവൊക്കെ കൂടുതലാണ് ഇല്ലേ. അപ്പൊ എന്താണ്, ഇനി നമുക്ക് മിൽക്ക് സെക്രീറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ പറയുന്നത് മിൽക്ക്, ലാക്ടേഷനിൽ പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഇനീഷ്യൽ സ്റ്റേജസിൽ വരുന്ന മിൽക്ക്, അതിന് നമ്മളൊരു പേര് പറയും, ദാറ്റ് ഇസ് കോൾഡ് ആസ് കൊളസ്ട്രോൾ. അതിനെന്ത് പറയുന്നത്, യെല്ലോ കളർ ആയിട്ടുള്ള ഒരു തിക് ഫ്ലൂയിഡ് ആണ്. അത് ഇൻഫന്റിന് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. സോ നമ്മളത് ഇനീഷ്യൽ സ്റ്റേജിലുള്ള മിൽക്ക് നമ്മൾ കൊടുത്തിരിക്കണം എന്ന് പറയും. കാരണം എന്താ, ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനും ആ ഒരു ആന്റിബോഡീസുകൾ കയ്യിലുണ്ട്. സോ എന്താണ്, കുട്ടിക്ക് ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനായിട്ടുള്ള ആന്റിബോഡീസുകളെല്ലാം ഇനീഷ്യൽ ഡേയ്സിലുള്ള മിൽക്കിലാണ് ഉണ്ടാവുക. അതിനെയാണ് നമ്മൾ കൊളസ്ട്രോൾ എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പൊ ഇത്രയും ഭാഗത്തോടു കൂടി നിങ്ങളുടെ ചാപ്റ്റർ തീർന്നു. നമ്മൾ NCERT ലൈൻ ബൈ ലൈൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി ഇട്ടിരുന്നു. അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ടായത്. സോ ഇനി ഈ ഒരു സമ്മറി, ഒരു ചെറിയൊരു വീഡിയോ NCERT ലൈൻ ബൈ ലൈൻ ഉണ്ട്, അത് ഞാനൊന്ന് ഓടിച്ച് NCERT ലൈൻ ബൈ ലൈൻ കൂടി ഇടാം. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്, ഹ്യൂമൻ റീപ്രൊഡക്ഷൻ. ആൻഡ് നമ്മൾ ഒരു സെപ്പറേറ്റ് ഒരു ലിസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് PYQ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പോയി നോക്കുക. ഓക്കെ.